6ാം ക്ലാസ്സിലെ ഫ്രാക്ഷൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 40-ലെ 5 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ദ ലൈൻ എ ബി 12 സെൻറ്റിമീറ്റർ ലോങ് മാർക്ക് സി ഓൺ ഇറ്റ് such that AC is 2/3 of AB. Mark D such that AD is 1/4 AC. What fraction of AB and AD? 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയിൽ സി മാർക്ക് ചെയ്യുന്നു. സി എവിടെ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? എ ബിയുടെ 2/3 പാർട്ടിൽ. അതിനുശേഷം നമ്മൾ ഡി മാർക്ക് ചെയ്യണം. ഡിയുടെ ലെങ്ത് എത്രയായിരിക്കണം? ദാറ്റ് മീൻസ് എ ഡിയുടെ നീളം എന്ന് പറയുന്നത് എ സിയുടെ 1/4 ഭാഗം 1/4 ഓഫ് എ സിയിലാണ് നമ്മൾ ഡി മാർക്ക് ചെയ്യേണ്ടത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് എ ബി ആൻഡ് എ ഡി? എ ബിയും എ ഡിയും തമ്മിലുള്ള ഫ്രാക്ഷൻ എത്രയാണ്? എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് എ ബി എന്നൊരു ലൈനോട് സങ്കല്പിക്കാം. ഇതിന് 12 സെൻറ്റിമീറ്റർ നീളമുണ്ടെന്ന് വിചാരിക്കും. എ ബി, എയും ബിയും തമ്മിലുള്ള നീളം എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ സി മാർക്ക് ചെയ്യണം. സി മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്ന് പറയുന്നത്? എ ബിയുടെ 2/3, അതായത് 12 സെൻറ്റിമീറ്ററിൻ്റെ 2/3 പാർട്ടിലാണ് നമ്മളത് എന്ത് ചെയ്യേണ്ടത്? മാർക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് വേണേൽ കട്ട് ചെയ്ത് എങ്ങനെ എഴുതാം? 4 എന്ന് എഴുതിയാൽ 4 2s are 8 സെൻറ്റിമീറ്റർ. ഇവിടെ ഏകദേശം വരുന്നത് എവിടെയാണ്? 12 ഏകദേശം നേർപകുതി 6. ഇവ ഏകദേശം ഇവിടെ എത്തുക. എന്ത്? ഡി എന്ന് പറയുന്നത്. ഡി അല്ല, സി, സോറി കേട്ടോ, സി മാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതാണ് എ സിയുടെ ലെങ്ത്. അപ്പോൾ ഏകദേശം ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് ചുരുക്കം. ക്ലിയർ ആയോ? ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഡി ആണ്. ഡി മാർക്ക് ചെയ്യണം. ഡി മാർക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താ? എ ഡി മാർക്ക് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്യണം? ഈ 8ൻ്റെ 1/8, എ സിയുടെ 1/4 ഓഫ് 8, അതായത് 8ൻ്റെ 1/4 ഭാഗം എത്രയാണോ അവിടെയാണ് നമ്മൾ എ ഡി മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? 8ൻ്റെ 1/4 ഭാഗം, അതായത് 8നെ 4 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണം എവിടെയാണോ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എ ഡി മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇവിടെയാണ് നമ്മൾ എ ഡി മാർക്ക് ചെയ്യേണ്ടത്. 4 കഷ്ണങ്ങളാക്കിയതിൽ ഒരു കഷ്ണത്തിൻ്റെ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ 2/3 എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ? 12 സെൻറ്റിമീറ്റർ നീളത്തിനെ നമ്മൾ എന്താക്കണം? നമ്മൾ 3 കഷ്ണങ്ങളാക്കുക. 12നെ 3 കഷ്ണമാക്കുക എന്ന് വെച്ചാൽ 4 വീതമുള്ള 3 കഷ്ണം. സോറി, ഇങ്ങനെയല്ല. 12 സെൻറ്റിമീറ്റർ ആണിത്. എ ബി എന്ന് പറയുന്നത് ഇനി കൃത്യം 3 കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. അപ്പം നമുക്ക് എങ്ങനെ വരണം? 4 4 4 ഇങ്ങനെ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പം അതിൽ ഏത് 3 കഷ്ണമാക്കിയതിൽ 2 എണ്ണത്തിൻ്റെ ലെങ്ത്. അപ്പം ഇത്രയും വരെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായതല്ലേ? അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് വന്നത്? 8 സെൻറ്റിമീറ്റർ എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. ഇനി നമ്മളിതിങ്ങനെ മാത്തമാറ്റിക്കലി ഇങ്ങനെ പടമില്ലാതെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്താൽ ലെങ്ത് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത് 12. ലെങ്ത് ഓഫ് ലൈൻ എ സി എന്ന് പറയുന്നത് 2/3 ഓഫ് എ ബി, അതായത് 2/3 ഓഫ് എന്ന് കാണുമ്പോൾ 2/3 ഇൻറ്റു എ ബി. എ ബിയുടെ നീളം 12. കട്ട് ചെയ്യാൻ അറിയാവുന്നവർ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ 12 2s are 24/3. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 24/3നെ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം കേട്ടോ. 8 3s are 24. സോ ആൻസർ ഈസ് എത്രയാണ്? 8 cm എന്ന് വരും. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് ലൈൻ എ ഡി. എ ഡിയുടെ നീളം എന്താണെന്ന് പറഞ്ഞത്? 1/4 ഓഫ് എ സി. 1/4 ഓഫ് എ സി എന്ന് വെച്ചാൽ എ സിയെ 4 കഷ്ണങ്ങളാക്കുന്നതിൽ ഒരാൾ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 1/4 ഇൻറ്റു 8. എന്ത് ചെയ്യുന്നു? 8 1s are 8/4. 8/4 എത്രയാണ്? നമ്മൾ എങ്ങനെ എഴുതാം? 4/2 എന്ന് എഴുതാം. ദെൻ 2/1 എന്ന് എഴുതാം. സോ ആൻസർ ഈസ് 2 cm. ഇതൊക്കെ പല മെത്തേഡുകളാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന മെത്തേഡുകളാണ്. അതർവൈസ് എങ്ങനെ ചെയ്യാം? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 2s are 8 എന്ന് വേണമെങ്കിൽ എഴുതി നിങ്ങൾക്ക് 2 cm എന്ന് എഴുതാം. ദെൻ ഫ്രാക്ഷൻ ഓഫ് എ ബി ആൻഡ് എ ഡി എന്താ? എ ഡിക്ക് കിട്ടിയ ലെങ്ത് എത്ര? 2. എ ബിയുടെ ലെങ്ത് എത്ര? 12. സോ ഫ്രാക്ഷൻ ഓഫ് എ ബി എന്ന് പറയുമ്പോൾ 12നെ 6 കഷ്ണങ്ങളാക്കിയതിൽ ഒരു ഭാഗം മാത്രമാണ് എന്ത്? 2 എന്ന് പറയുന്നത്. അപ്പോൾ എ ഡിയുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/6 cm എന്നല്ല, 1/6 പാർട്ടായിട്ട് വേണം എഴുതാൻ കേട്ടോ. മലയാളം മീഡിയത്തിലുള്ള കുട്ടികൾ ശ്രദ്ധിച്ചോ. എ ബിയുടെ നീളം 12 സെൻറ്റിമീറ്റർ, എ സിയുടെ നീളം എ ബിയുടെ 2/3. അപ്പം എ ബി 12 ഇൻറ്റു
2/3. ഇത് വേണം നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ടീച്ചർ. 3യുടെ ടേബിൾ ഇല്ല. 3 1s are 3, 3 4s are 12, then 4 2s are 8. അങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ. ദെൻ ADയുടെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 ഇൻറ്റു 1/4 കട്ട് ചെയ്യാം. 4 2s are 8, 2 1s are 2. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി ABയുടെ എത്ര ഭാഗമാണ് AD? അപ്പോൾ ABയുടെ എത്ര ഭാഗമാണെന്ന് നോക്കുന്നത് എങ്ങനെയാ? AD എത്രയാണ്? നമുക്ക് AD എന്ന് പറയുന്നത് 2 ഇൻറ്റു 1/12. അപ്പോൾ എത്ര വരും? 2 1s are 2/12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. കട്ട് ചെയ്ത് ചെറുതാക്കാം. കട്ടിങ് അറിയില്ലാത്തൊരു ഹാഫ് എഴുതി നോക്കിയാൽ 2ൻ്റെ ഹാഫ് 1, 12ൻ്റെ ഹാഫ് 6. ഇനി ഹാഫ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതി നോക്കുക. ഹാഫ് ആക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളത് ഫിനിഷ് ചെയ്ത് നിർത്താം. ഓക്കെ. സെക്കൻഡ് ചോദ്യം. A 2 meter long rope is cut into 5 equal pieces. What is the length of 3/4 of one piece? How many centimeters is this? 2 മീറ്റർ നീളമുള്ള ഒരു റോപ്പ് കയറ് ഉണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ പീസ്? അങ്ങനെയാണെങ്കിൽ ആ റോപ്പ് 2 മീറ്റർ നീളമുള്ള റോപ്പിനെ നമ്മൾ കട്ട് ചെയ്യുന്നു. എങ്ങനെ? 5 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യുന്നു. 5 ഈക്വൽ പാർട്ടായി കട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന ആ ഒരു പീസിൻ്റെ 3/4 ഭാഗം അല്ലെങ്കിൽ 3/4 പാർട്ടിൻ്റെ ലെങ്ത് എത്ര? ആ ലെങ്ത് എങ്ങനെയും കൂടെ എഴുതണം, സെൻറ്റിമീറ്ററിലും കൂടെ എഴുതണം. ക്ലിയർ അല്ലേ? ലെങ്ത് ഓഫ് എ റോപ്പ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. 2 മീറ്റർ എഴുതി. അത് കട്ട് ഇൻറ്റു 5 ഈക്വൽ പീസസ് എന്നല്ല, ഒരു 5 പീസുകളായിട്ട് കട്ട് ചെയ്യും. അപ്പം നമ്പർ ഓഫ് പീസ് എന്ന് പറയുന്നത് 5. അപ്പം 2നെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. അപ്പം യഥാർത്ഥത്തിൽ ആ ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ വരും? 2/5 എന്ന് വരും. അപ്പോൾ 3/4 ഓഫ് 1 സച്ച് പീസ്. അപ്പം എന്ത് ചെയ്യണം? 3/4 ഓഫ് ആ മുറിച്ച നീളം എത്രയാണ്? നമുക്ക് 2/5 ആണ്. ഇത് ശ്രദ്ധിക്കുക. 3/4 ഓഫ് 2/5. 2/5ൻ്റെ മുക്കാൽ ഭാഗം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3/4 ഇൻറ്റു 2/5 എന്ന് വേണം എഴുതാൻ. ഓഫ് വരുമ്പോൾ, ഓഫ് എന്നുള്ളൊരു ഇത് മീനിങ് വരുമ്പോൾ നമ്മൾ ഇൻറ്റു 3/4 ഓഫ് 2/5. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. ഇത് ഇഷ്ടമുള്ള പോലെ മീൻസ് ന്യൂമറേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കട്ടിംഗ് മെത്തേഡ് പഠിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ചെയ്യാം. അപ്പം നമുക്ക് നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2s are 6 ഡിവൈഡഡ് ബൈ 4 5s are 20. ഇത്രയും മീറ്ററാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാൻ നിങ്ങൾ കുട്ടികൾക്കെല്ലാം പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് 2നെയും ഹാഫ് ആക്കി എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 6ൻ്റെ പകുതി എത്രയാ? 3. 20ൻ്റെ പകുതി എത്രയാ? 10. ഇനി ഹാഫ് ആക്കാൻ പറ്റില്ല. അപ്പം ഇത്രയും മീറ്റർ എന്ന് എഴുതിയാൽ മതിയോ? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം 3/10 മീറ്ററാണ്. അവർ ഈ ക്വസ്റ്റിന് വീണ്ടും പറഞ്ഞിട്ടുണ്ട് ലെങ്ത് ഇൻ സെൻറ്റിമീറ്റർ. ഈ മീറ്ററിനെ നമ്മൾ എങ്ങനെ എഴുതണം? സെൻറ്റിമീറ്ററിലേക്ക് എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു മീറ്ററിൻ്റെ അളവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഇവിടെ പറയുന്നുണ്ട് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 100, 300 ഡിവൈഡഡ് ബൈ 10. ഈ സീറോയും നമുക്ക് കട്ട് ചെയ്യാം. സോ ആൻസർ ഈസ് 30 cm. മനസ്സിലായോ? ഇവിടുന്നേ കട്ട് ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3 ഇൻറ്റു 10 30 എന്ന് എഴുതുന്നതിലും ഒരു കുഴപ്പവും ഇല്ല. കയറിൻ്റെ നീളം 2 മീറ്ററാണ്. കഷ്ണങ്ങളുടെ എണ്ണം 5 ആണ്. അപ്പോൾ ഒരു കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 2/5 ആണ്. ഇനി 2/5ൻ്റെ എത്ര ഭാഗമാണ്? 2/5ൻ്റെ വീണ്ടും ആ 2/5ൻ്റെ മുക്കാൽ ഭാഗം, 2/5ൻ്റെ 3/4 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2/5ൻ്റെ മുക്കാൽ ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 2/5 ഇൻറ്റു 3/4. അതായത് ഇത് വേണം കട്ട് ചെയ്ത് കാണിക്കാവേ. 2ൻ്റെ ടേബിൾ ചെയ്ത് 2 1s are 2 2s are
ഇത് സെയിം ടേബിളിൽ വരില്ല. അതുകൊണ്ട് 1 3s are 3/5 2s are 10 ഇങ്ങനെയും കിട്ടും. ഇനി ഇതിനെ സെൻറ്റിമീറ്ററിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 3/10 ഇൻറ്റു 100. 0 കട്ട് ചെയ്തു. ബാക്കി 3 10s are 30 cm. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ചോദ്യമാണ് 3 liters of water is used to fill 4 identical bottles. 3 ലിറ്റർ വെള്ളത്തിനെ നമുക്ക് 4 ബോട്ടിലായിട്ട് നിറയ്ക്കണം. 1 bottle is used to fill 5 identical cups. അതിൽ ഒരു ബോട്ടിലുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കപ്പുകളിലേക്ക് പകർന്നൊഴിക്കുന്നു. ദെൻ എന്ന് വെച്ചാൽ ഒട്ടും ബാലൻസ് വരാതെയും പുറത്തേക്ക് പോവാതെയും നമ്മൾ കറക്റ്റായിട്ട് ഒരു ബോട്ടിലെ വെള്ളം 5 കപ്പുകളിലായി നിറയ്ക്കുന്നു. ഹൗ മച്ച് വാട്ടർ ഈസ് ഇൻ 1 കപ്പ്? അങ്ങനെയാണെങ്കിൽ ആ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ഈസ് ദിസ്? അത് മില്ലി ലിറ്ററിലേക്കാക്കി കൺവേർട്ട് ചെയ്യണം. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, വാട്ടറിൻ്റെ അളവെന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. എത്ര ബോട്ടിലേക്ക് നമുക്ക് നിറയ്ക്കണം? നമുക്ക് നിറയ്ക്കേണ്ട ബോട്ടിലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. സോ കപ്പാസിറ്റി ഓഫ് ബോട്ടിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ 3 ഡിവൈഡഡ് ബൈ 4, 3നെ 4ആക്കി ഭാഗിക്കുന്നു. 4ആക്കി നമ്മൾ ഭാഗിക്കുന്നു. 3/4 ലിറ്റർ. ഇനി ഈ 3/4 ലിറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര കപ്പുകളിലാക്കി നിറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് 1 ബോട്ടിൽ ഈസ് യൂസ്ഡ് ടു ഫിൽ 5 ഐഡൻറ്റിക്കൽ കപ്പ്. അപ്പം 5 കപ്പുകളിലേക്ക് ഒഴിക്കണം. അപ്പം എന്ത് ചെയ്യുക? 3/4. 3/4നെ വീണ്ടും 3/4 ഓഫ് 1/5 എന്നാണ് നമ്മൾ ചെയ്യുന്നത്. 3/4നെ വീണ്ടും 5ൽ ഒരു ഭാഗമാക്കി മാറ്റണം. 5 കഷ്ണങ്ങളുള്ള 5 ഭാഗമാക്കുന്നതിൽ ഒന്നാക്കി മാറ്റണം. അപ്പോൾ 3/4 ഓഫ് 1/5 എന്ന് വെച്ചാൽ 3/4 ഇൻറ്റു 1/5. ആൻസർ എത്ര വരും? 3 1s are 3, 4 5s are 20. ഇനി അതിനെ എങ്ങനെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? മില്ലി ലിറ്ററിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. മില്ലി ലിറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? മുമ്പേ പറഞ്ഞതുപോലെ 1 cm is equal to 1 meter equal to 100 cm എന്ന് പറഞ്ഞതുപോലെ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. ഈ കോൺസെപ്റ്റ് ഓർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മില്ലി ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് ഓർത്തോണം. ഇവിടെ സീറോസ് രണ്ടും കട്ടാവും. സോ ബാലൻസ് എന്ത് വരും? 300 ഡിവൈഡഡ് ബൈ 2. ഇത് ഒന്നെങ്കിൽ നിങ്ങൾ എഴുതി ചെയ്യുക, അല്ലെങ്കിൽ 300ൻ്റെ പകുതി എഴുതുക. അത്ര 150. 2ൻ്റെ പകുതി 1. താഴെ 1 വന്നാൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. 150 മില്ലി ലിറ്റർ. 150 മില്ലി ലിറ്റർ എന്നാണ് ഉത്തരം. വെള്ളത്തിൻ്റെ അളവ് 3 ലിറ്റർ ആണ്. നമ്പർ ഓഫ് ബോട്ടിൽ 4 ആണ്. ഒരു കുപ്പിയിൽ കൊള്ളുന്നത് 3/4 ലിറ്റർ ആണ്. കപ്പുകളുടെ എണ്ണം 5 ആണെങ്കിൽ എന്ത് ചെയ്യണം? കപ്പിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ 3/4ൻ്റെ 1/5 ഭാഗം. 3/4ൻ്റെ 1/5 പാർട്ട് അല്ലേ? 3/4ൻ്റെ 1/5 ഭാഗം. അപ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഓക്കെ. 3/20. നമ്മളിതിനെ എന്ത് ചെയ്യണം? മില്ലി ലിറ്ററിലാക്കാൻ 3/20യെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സീറോസ് കട്ട് ചെയ്താൽ 3 × 100 300 ഭാഗം 2. നിങ്ങൾ വേണമെങ്കിൽ സൈഡിൽ ഡിവൈഡ് ചെയ്താൽ നോക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നോക്കുക, 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ന് 2 ഒരു പ്രാവശ്യം. 1 2s are 2 മൈനസ് ചെയ്തു. 10നകത്ത് 2 5 പ്രാവശ്യം. 5 2s are 10. സോ ബാലൻസ് ഒരു 0 ഉണ്ട്. ആ 0 എടുത്ത് ഇവിടെ ഇടുക. സോ ആൻസർ ഈസ് എന്ത് വരും? 150 മില്ലി ലിറ്റർ. ക്ലിയർ അല്ലേ? 5 kilogram pumpkin is cut into 5 equal pieces. Each pieces is further cut into 2. What is the weight of each such piece? How many grams is this? 5 കിലോഗ്രാം തൂക്കമുള്ള ഒരു മത്തങ്ങ നമ്മൾ കട്ട് ചെയ്ത് 5 തുല്യ ഭാഗങ്ങളാക്കി. ഈച്ച് പീസ് ഈസ് ഫർദർ കട്ട് ഇൻറ്റു 2. ആ കിട്ടിയ കഷ്ണങ്ങളെ വീണ്ടും നമ്മൾ 2 കഷ്ണമായിട്ട് മുറിക്കുന്നു. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് സച്ച് പീസ്? അത്തരം
പീസുകൾ എടുത്താൽ അതിലൊരെണ്ണത്തിൻ്റെ വെയിറ്റ് എത്ര? ഹൗ മെനി ഗ്രാംസ് ഈസ് ദിസ്? അത് എത്ര ഗ്രാം ഉണ്ട്? ക്വാണ്ടിറ്റി ഓഫ് പംകിൻ എന്ന് വെച്ചാൽ 5 kg. നമ്പർ ഓഫ് പീസസ് എത്രയാണ്? 5. അപ്പോൾ വെയിറ്റ് ഓഫ് വൺ സച്ച് പീസ് എന്ന് വെച്ചാൽ 5ൻ്റെ 5ൽ 1 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 ones are 5/5. ആൻസർ ഈസ് 1 kg. 5 കിലോ തൂക്കമുള്ളതിന് 5 കഷ്ണമാക്കിയാൽ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് 1 kg. ദെൻ ആ 1 kg വീണ്ടും അവർ കട്ട് ചെയ്തു. എത്ര? 2 കഷ്ണങ്ങളാക്കി. ഒന്നിനെ 2 ആക്കുന്ന എങ്ങനെയാ? ഒന്നിൻ്റെ ഹാഫ് എടുക്കുക. ഹാഫ് ഓഫ് 1 kg. ഹാഫ് ഓഫ് 1 kg. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 kg. ആ ഒരു മത്തങ്ങ പീസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1/2 kg ആണ്. ഓക്കെ, അതിനെ ഗ്രാമിലോട്ടാക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചതുപോലെ തന്നെ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അത് നമ്മൾ ഓൾറെഡി ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ ഹാഫ് kg ഗ്രാം ആക്കാൻ ഹാഫിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1000 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 1000/2, അതായത് 500 ഗ്രാം. ഓക്കെ, മലയാളം മീഡിയത്തിലെ കുട്ടികൾ 5 kg എന്ന് എഴുതുന്നു. കഷ്ണങ്ങളുടെ എണ്ണം 5. ഒരു കഷ്ണത്തിൻ്റെ തൂക്കം കണ്ടുപിടിക്കുന്ന 5/5, അതായത് 1 kg. ലഭിച്ച കഷ്ണങ്ങളെ വീണ്ടും കഷ്ണങ്ങളാക്കി. അപ്പോൾ എത്ര കഷ്ണമാക്കുന്നത്? 2 ആക്കുന്നെങ്കിൽ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഹാഫ് kg. ഗ്രാം ആക്കാൻ 1/2നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000/2 ചെയ്യാം, അതായത് 500 ഗ്രാം. അവസാനത്തെ ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. താഴെ തന്നിരിക്കുന്നതിൻ്റെ മൾട്ടിപ്ലൈ. ഇത് എളുപ്പമാണ്. നമ്മൾ 3/7 ഇൻറ്റു 2/5 എന്ന് എഴുതി ചെയ്താൽ മതി. ന്യൂമറേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക, അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക. 3 2s are 6/7 5 35. ഇത്രേ ഉള്ളൂ. 6/3 ആ രീതിയിൽ ബാക്കി ചെയ്താൽ മതിയോ? ഓക്കെ.